പ്രഭാകരേട്ടാ, നമ്മൾ ഈ സ്നേഹം മരണം വരെ ഉണ്ടാവോ? ഞാൻ മരിച്ചു നീ വേറെ കല്യാണം കഴിച്ചു പോടി. ഈ വയസ്സാം കാലത്ത് മുട്ടുവേദന എടുത്തിരിക്കുന്ന ഞാനാ. ഓ ഭാഗ്യം, എനിക്ക് മുട്ടുവേദനയില്ല. എന്തെങ്കിലും പറഞ്ഞിരുന്നാ? ഒന്നുമില്ല. എനിക്ക് അതല്ല സംശയം, ഗൾഫിലുള്ള നമ്മളെ വല്ല വൃദ്ധസദനത്തിലാക്കോ എന്തോ. എന്താ മനുഷ്യ? അല്ല, വൃദ്ധസദനത്തില് പോയാൽ നമ്മളുടെ പ്രായമുള്ള കുറെ പെണ്ണുങ്ങളെയൊക്കെ കാണാമല്ലോ. ഇത്തിരി വയസ്സായെങ്കിലും ഞാൻ സുന്ദരിയല്ലേ? സുന്ദരിയൊക്കെയാണ്, പക്ഷെ ഈ കണ്ണട വെക്കാതെ നോക്കണം നിന്നെ. അപ്പൊ നിങ്ങളെ മനസ്സില് ഞാനല്ലാതെ വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലേ? ഇല്ലേ ഇല്ല. എന്നാ നീ തലയെ തൊട്ട് സത്യം ചെയ്യ്. നീയാണ് സത്യം, നീ അല്ലാതെ വേറെ പെണ്ണ് എന്റെ മനസ്സിലില്ല. എന്നാ നിങ്ങൾ അമ്മയെ പിടിച്ച് സത്യം ഇട്. മഞ്ജു സന്നിധ മനുഷ്യ അറപ്പിക്കല്ലേടി, ബാക്കിയും കൂടെ എണ്ണട്ടെ. മനുഷ്യ, ഈ ഭയം വേണം നിങ്ങൾക്ക്. എനിക്കെന്താ നിങ്ങൾ ഇത്രയ്ക്ക് ഇഷ്ടം അറിയോന്ന്? ഇല്ല. ഞാൻ എന്ത് വഴക്ക് പറഞ്ഞാലും ഇതുപോലെ മിണ്ടാതെ നിൽക്കുന്നോണ്ടാ. അത് പിന്നെ കൊടുങ്കാറ്റടിച്ച് എത്ര വലിയ മരമായാലും ഒന്ന് കുനിയും. ഇതെന്താ ചുമയാ മനുഷ്യ? കഴിഞ്ഞ ആഴ്ച ഇതിലും നല്ല ചുമയായിരുന്നു. നീ കണ്ണു വെച്ച് എന്റെ ചുമന്റെ പഞ്ച് കുറഞ്ഞു. നിങ്ങളോട് ഡോക്ടർ പറഞ്ഞതല്ലേ രാവിലെ എണീച്ച് നടക്കാൻ പോവേ? അതിന് ഞാൻ നടക്കാറുണ്ടല്ലോടി. എവിടെ നടക്കുന്നേ നിങ്ങള്? നെറ്റ് ഇട്ടാത്തപ്പോ മൊബൈലും വെച്ച് ഈ വീട്ടിന്റെ ചുറ്റും എത്ര തവണ നടക്കാറുണ്ടോന്ന് അറിയോ? എന്നാ ഞാനും വരുന്നു നടക്കാൻ. ഹിന്ദി വണ്ണൊന്ന് കുറച്ചൊരു സ്ലിം ബ്യൂട്ടി ആവണം. നീ നടക്കാനൊന്നും പോണ്ടടി. നീ ഇങ്ങനെ അഞ്ചാ മതി, നിന്റെ വണ്ണവേ കുറയും. ഇങ്ങനെ ആക്കി എങ്ങനെ വണ്ണം കുറയാനാ? 4 നേരം ഭക്ഷണം വെക്കുമ്പോഴേ ഇങ്ങനെ ആക്കിയാ മതി. എനിക്ക് വേണ്ട. അപ്പൊ നിന്റെ വണ്ണവേ തനിയെ കുറയും. അപ്പുറത്തെ രാജന്റെ ഭാര്യ അവൻ എല്ലാ ദിവസവും വെളുപ്പാൻ കാലത്ത് നടക്കാൻ വിടും. ആ രാജൻ അറിയാം, അവള് നടക്കാൻ പറ്റും നേരെ ഇങ്ങ് തിരിച്ചു വരും. പക്ഷേ എനിക്ക് ഉറപ്പില്ല. നിങ്ങൾക്കറിയോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ വീട് നോക്കുന്നേന്ന്? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്റെ ഈ കഷ്ടപ്പാടേക്കുന്ന നിനക്കറിയോ? പറഞ്ഞ സമയം പോലും അറിഞ്ഞില്ല. ഈ ജുബ്ബയും മുണ്ടും മാറി എനിക്ക് പെൻഷൻ മേടിക്കാൻ പോകണം. എന്തേ ജുബ്ബയും മുണ്ടിട്ട് പോയാൽ നിങ്ങൾക്ക് പെൻഷൻ തരൂലേ? എടി, ഈ ജുബ്ബയും മുണ്ടൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആടി. പിന്നെന്താ നിങ്ങളെ പുതിയ പാഷൻ? വെയിറ്റ് ആൻഡ് സീ. ഇതെന്താ പുതുമന്നയാൾക്ക്? നിങ്ങളെ ജുബ്ബ നിലക്ക് എന്നെ കൊണ്ടുപോയ നിങ്ങൾ പോയി അലക്കിക്കോ. ഇതെന്താ കത്തോ? എന്റെ പ്രിയപ്പെട്ട പ്രഭയ്ക്ക് പ്രഭാകരനെ പ്രഭയെന്നോ? നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച ആ സുവർണ കാലഘട്ടം മറക്കാനാവുമോ? അന്ന് നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടു. അന്ന് നമ്മൾ ഒരുമിച്ച് കോവളം ബീച്ച് കാണാൻ പോകണമെന്ന ആഗ്രഹം നടന്നില്ല. ഇന്ന് ആഗ്രഹം നടക്കാൻ പോവുകയാണ്. നിന്റെ ആ പഴഞ്ച ചുബ്ബും മുണ്ടും മാറ്റി ഒരു ഫ്രീക്കൻ സ്റ്റൈലിൽ വേണം വരാൻ എന്ന് രജനി. ശ്വേതക്കൊച്ചേ, എന്റെ കെട്ടിയം വഴി പിഴച്ചു പോയി. ഇതെന്താ മനുഷ്യ? എടി, ഇതാണ് ഫ്രീക്കൻ. ഇത് ഫ്രീക്കൻ അല്ല, ക്രാക്കൻ. എടി, കാലം മാറുന്നനുസരിച്ച് ഇതുപോലെ കോലം മാറണം. കോലം മാറിക്കോ, പക്ഷെ ഇതുപോലെ കോലം കെട്ടാതിരുന്നാ മതി. എടി, ഇതാണ് തന്ത വൈബ്. തന്ത വൈബല്ല, ഇത് മോണ വൈബ്. ഒച്ച പല്ലില്ല. എടി, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? ഇതെന്താ മനുഷ്യ? പേപ്പറ്. അതല്ല, അതിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന്? അത് വായിച്ചാലല്ലേ മനസ്സിലാവും. ഞാൻ ഇത് വായിച്ചപ്പോ വരക്കപ്പോ അല്ല, ഞാൻ ഇത് വായിച്ചപ്പോ ചുമയാ. രജനി, അപ്പൊ നീ അതെല്ലാം അറിഞ്ഞല്ലേ? ഞാനൊരു സർപ്രൈസ് ആയിട്ട് വെച്ചതായിരുന്നു. എന്റെ ചങ്കാണ് രജനി. നിങ്ങളെ ചങ്ക് ഞാൻ തകർക്കും. ഞാനും രജനിയും കൂടെ കോവളം ബീച്ച് കാണാൻ പോകുന്നു. ഈ വീട്ടിലും 3 നേരം വെച്ച് വിളമ്പി തന്നെ എന്നോട് നിങ്ങള് സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? സുഖമാണ്. എപ്പ ചോദിച്ചാലും സുഖമല്ലെന്നേ പറയൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾ ഈ രജനി അവളെയും കൊണ്ട് കോവളത്ത് പോകുന്നല്ലേ?
എടി അത് അവളല്ല, അവൻ. എന്റെ കൂടെ പച്ച രജനീനാഥ്. ഞാനും അവനും കൂടെ കോവളത്ത് ഊന്നെന്നാ പറഞ്ഞേ. അയ്യോ, രജനീനാഥായിരുന്നോ? ശ്വേതക്കൊച്ചേ, നേരത്തെ പറഞ്ഞത് തിരിച്ചെട്. എന്റെ കെട്ടിയോ വഴി പിടിച്ച് പോയിട്ടില്ലേ? എന്റെ കെട്ടിയോ പാവാടാ. പാവാടയാ? പാവാടല്ല, ചുരിദാറ്. നിങ്ങൾക്ക് നാണില്ലേ മനുഷ്യ, ഇത്ര ചെറിയ ഡ്രസ് ഇട്ടിട്ട് ബീച്ചിൽ പോവേ? ഇതിനെല്ലാം ചെറിയ ഡ്രസ് ഇട്ടോണ്ടാ അവിടെ മദാമ്മമാര് വരുന്നത്. പുതിയ ഡ്രസ് വാങ്ങിട്ട് എനിക്കൊരു ഡ്രസ് വാങ്ങി തന്നോ? അതിന് നിനക്കൊരു പുള്ളി ഉണ്ടായിരുന്നല്ല. മനുഷ്യ, നിങ്ങളല്ലാതെ വേറൊരു പുള്ളിയും എന്റെ മനസ്സിലില്ല. ഓടി അതല്ല, നിനക്കില്ലേ കറുത്ത ഉള്ളിലുള്ള ഒരു സാരി? ആ സാരി ഉടുത്ത് നീയും പാടി നമുക്ക് കടൽ കാണാൻ പോവാം. അയ്യോ, കടലിൽ തിരമാല ഇരിക്കുന്നത് കാണുമ്പോ തന്നെ എനിക്ക് പേടിയാ. നീ പേടിക്കണ്ടടി, തിരമാല നീയും ഒരുപോലെയാ. അതെങ്ങനെ? ഇങ്ങനെ ഇരച്ചോണ്ട് വരുമ്പോ നമ്മൾ മിണ്ടാതെ അങ്ങ് നിന്നാ അത് അടുത്ത് വന്നേച്ചു മിണ്ടാതെ അങ്ങ് വെക്കോളൂ. നിങ്ങളുടെ വയസ്സിനാണെന്നുള്ള ചിന്ത ഉണ്ടോ മനുഷ്യ? അതിന് എനിക്ക് വയസ്സായില്ലല്ലോ. പിന്നെ തലേ കാണുന്ന നരയാ? അത് നിന്നെ സഹിച്ചെന്നെ, എനിക്ക് കിട്ടിയ മെഡലാ. ആ, നിനക്കും ചെറിയ മെഡലൊക്കെ കിട്ടി തുടങ്ങി. ആ, അപ്പൊ പറഞ്ഞ പോലെ നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി കോവളം കണ്ടിട്ട് വരാം. നിക്കവിടെ. എന്തോ? ഈ വീട്ടിൽ തീരുമാനം എടുക്കുന്നത് ആരാ? ഈ വീട്ടിലെ തീരുമാനം എടുക്കുന്ന ഞാനാ. പക്ഷെ അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് നീ. എന്നാലേ ഈ വീട്ടിലെ പുലി ഞാനാ. എങ്കിലേ ഈ പുലിയുടെ കൂടെ അടയ്ക്കുന്നതും തുറക്കുന്നതും ഞാനാ.